അത് ശരിക്കും വന്ന് വേറൊരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചെന്ന് കണ്ട കാഴ്ചകളാണ് ഞാൻ പറഞ്ഞത്. ഈ 7 ക്യാരവാനൊക്കെ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അമ്പലപ്പറമ്പിൽ കപ്പ ഇട്ടെടുത്തും റബ്ബർ ഇട്ടെടുത്തും ഒക്കെ ഇരുന്ന് മേക്കപ്പ് ചെയ്ത് നാടകം കളിച്ച് വന്ന ആളാന്നേ. ഒരു നല്ല ഗ്രീൻ റൂമിൽ ഓഡിറ്റോറിയങ്ങളിൽ എങ്ങാനും വന്നെങ്കിൽ മാത്രമേ നല്ല ഗ്രീൻ റൂം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കപ്പയിട്ട സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഓണത്തിനൊക്കെ പരിപാടികളൊക്കെ ഏതെങ്കിലും വീടിന് സിറ്റ് ഔട്ടല്ലായിരിക്കും, അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് അങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്ന് ഞാൻ എൻ്റെ പേര് എഴുതിയൊരു ക്യാരവാൻ കാണുമ്പോൾ ഞാൻ ഞെട്ടുകയില്ല. മനുഷ്യനല്ലേ ഞാൻ. ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ ഇരുന്നപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ചോദിക്കും. കുഴപ്പമില്ല, കുഞ്ഞു മേഡം ഇങ്ങനെ പറയാൻ നോക്കും എനിക്ക്. അത് ഇൻട്രോ ഇപ്പോൾ പടം കണ്ടല്ലേ, ഇൻട്രോയിൽ എന്നെ കൊല്ലാൻ വരുന്നേ. ഈയിടെ തന്നെയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കത് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടായി. ഒരു ഇൻ്റർവ്യൂ വീട്ടിൽ വന്നെടുത്താൽ, അപ്പോൾ ആ വന്ന് പുള്ളിക്കാരി ഇട്ട ഡ്രസ്സ് മോശമായി പോകുന്നു. അത് ഞാനാണോ കാരണക്കാരൻ? എൻ്റെ വീട് മിലിറ്ററി ക്യാമ്പൊന്നുമല്ല. മിലിറ്ററി ക്യാമ്പാണ്. എൻ്റെ വീട്ടിലോട്ട് ഒരു ഇതിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാവുള്ളൂ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെ വരാവുള്ളതെന്ന് പറയാൻ അതിനടി വന്ന തെറിയാന്ന് പച്ച തെറി എഴുതിയിട്ടിരിക്കുന്നത്. എന്ത് നേട്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് എന്ത് തരം സുഖമാണ്. ഞാനത് തപ്പിച്ചെന്ന് ഇങ്ങനെ ആരാന്നൊന്നും ചോദിക്കാം, അഡ്രസ്സില്ല, ബാക്കി ഇങ്ങോട്ടില്ല. അങ്ങനെയുള്ളവർ അതോട് വെക്കണ്ടേ. ഞാനാണ് ധൈര്യമായിട്ട് പറയണ്ടേ, ഞാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്താ നമുക്ക് എന്നാന്ന് ചോദിക്കാനുണ്ട്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡയലോഗ്, അത് സിനിമയുടെ റിലീസിന് ശേഷം ഏറെ വിമർശിക്കപ്പെട്ടു. അതിനുശേഷം ഒരുപാട് സൈബർ ഇടങ്ങളിലൊക്കെ ട്രോളുകൾ ഉണ്ടായി. പക്ഷെ അതേസമയം സിനിമ വാണിജ്യപരമായിട്ട് ഏറെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നു കുറച്ച് കഠിനമായിട്ടുള്ള ഒരു സമയം എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുക, എന്നെ വല്ലാതെ മോശക്കാരനാണ്. എൻ്റെ വൈഫും അവരൊക്കെ ഞാൻ പറഞ്ഞു സാധാരണക്കാരാണ്. അന്ന് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ വേദനിക്കും. നമ്മളോടൊന്നും അച്ചാച്ച, എന്നെ വൈഫ് അച്ചാച്ച, എൻ്റെ ബന്ധുക്കളെല്ലാവരും അച്ചാച്ചാന്ന് വിളിക്കും. അച്ചാച്ച നമ്മളോടൊന്നും ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഞാൻ ആരോടും ഒരു തെറ്റ് ചെയ്യാനോ ഒരാളുടെ വേഷം മേടിക്കാനോ അല്ലെങ്കിൽ എനിക്കുള്ളതിനെ ചെയ്തു പോലെ. അത് ശരിക്കും വന്ന് വേറൊരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചെന്ന് കണ്ട കാഴ്ചകളാണ് ഞാൻ പറഞ്ഞത്. ഈ 7 ക്യാരവാനൊക്കെ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അമ്പലപ്പറമ്പിൽ കപ്പ ഇട്ടെടുത്തും റബ്ബർ ഇട്ടെടുത്തും ഒക്കെ ഇരുന്ന് മേക്കപ്പ് ചെയ്ത് നാടകം കളിച്ച് വന്ന ആളാന്നേ. ഒരു നല്ല ഗ്രീൻ റൂമിൽ ഓഡിറ്റോറിയങ്ങളിൽ എങ്ങാനും വന്നെങ്കിൽ മാത്രമേ നല്ല ഗ്രീൻ റൂം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കപ്പയിട്ട സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഓണത്തിനൊക്കെ പരിപാടികളൊക്കെ ഏതെങ്കിലും വീടിന് സിറ്റ് ഔട്ടല്ലായിരിക്കും, അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് അങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്ന് ഞാൻ എൻ്റെ പേര് എഴുതിയൊരു ക്യാരവാൻ കാണുമ്പോൾ ഞാൻ ഞെട്ടുകയില്ല. മനുഷ്യനല്ലേ ഞാൻ. ഞാനും മദ്യം മാംസം കൊണ്ട് ഉണ്ടാക്കിയവനാ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ എന്നെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദൈവം എൻ്റെ പേര് എഴുതിയൊരു അതിനകത്ത് കയറി മേക്കപ്പ് ചെയ്ത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ സെക്യൂരിറ്റി എൻ്റെ 3 ഇരട്ടിയുള്ള ജിമ്മന്മാരാണ് എൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ച് അല്ല അവിടുത്തെ ഒരു സ്ഥലത്തും ഇരിക്കുക, ചേട്ടാ അത് സെറ്റാണ്, അയ്യോ ഇത് സെറ്റാണ്, നമുക്ക് ഒന്നും അത്ര ഭയങ്കര എൻ്റെ സിനിമാ ജീവിതത്തിൽ അത്രയും വലിയ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടില്ല. അതിന് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും അവിടെ ചെന്നൊരു കുറച്ച് ദിവസം താമസിച്ചു. ആ സിനിമയുടെ ഇത് കണ്ടു. ഞാൻ നായികയുള്ള ഐശ്വര്യ ലക്ഷ്മി അല്ലേ, അദ്ദേഹം പിന്നെ ദുൽഖർ ഭായിയുടെ കൂടെ അവർ രണ്ടുപേരും, അവരുമായിട്ടാണ് എൻ്റെ കോമ്പിനേഷൻ. ഒരു സാധാരണപ്പെട്ട ഒരു പെട്ടെന്ന് ചെറിയ ഹൃദയമുള്ളവരിന് ഇതിപ്പോൾ ഒരു സന്തോഷിക്കാൻ സമയം വേണം. ഞാൻ വല്ലാതെ സന്തോഷിച്ചു. അത് ഞാൻ സീൻ എടുത്ത് പുള്ളി അവർ രണ്ടുപേരുമായിട്ടുള്ള സീന് കഴിഞ്ഞ് വന്നു. ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ചോദിക്കും. കുഴപ്പമില്ല, കുഞ്ഞു മേഡം ഇങ്ങനെ പറയാൻ നോക്കും എനിക്ക്. അത് ഇൻട്രോ ഇപ്പോൾ പടം കണ്ടല്ലേ, ഇൻട്രോയിൽ എന്നെ കൊല്ലാൻ വരുന്നേ. അപ്പം ആ ചെറിയ മനസ്സുള്ള ഞാൻ അല്ല അങ്ങനെ തന്നെ വീണ്ടും പറയില്ല. അദ്ദേഹം ഇങ്ങനെ എങ്ങനെയുണ്ട് സിനിമ ചോദിച്ചപ്പോൾ ദുൽഖറിന് എന്തായാലും ആ കാറ് കാണിക്കുമ്പോഴേ കൈയടി തുടങ്ങി. കേരളത്തിലെ എല്ലാ തിയേറ്ററിലും കൈയടിച്ചു. അപ്പോൾ അത് വരുന്നത് തന്നെ എന്നെ കൊല്ലാനോ. അപ്പോൾ അതിനകത്ത് ഞാനൊരു 10 എടുക്കുമെന്ന് പറഞ്ഞുള്ളൂ. ഇതിനു മാത്രം എന്നെ കൊല്ലാനോ അത് അല്ല. ആ പടം കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരൊറ്റ വാക്കലാടെന്ന് പറഞ്ഞേരെ. അത് പറയല്ലേ, ഇത് ആ അർത്ഥത്തിൽ പറഞ്ഞല്ലേ. അതിനടി വന്ന കമൻറ്റുകൾ കണ്ടിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് തെറ്റാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ലേ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം. ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളം ഞാൻ കുടിക്കുന്ന അതേ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയത് ഇങ്ങനെ ആയിപ്പോയെന്ന് പറയുന്നത് അത് പിന്നെ എൻ്റെ പുറത്തോട്ട് കയറാമെന്നുള്ള. ഈയിടെ തന്നെയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കത് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടായി. ഒരു ഇൻ്റർവ്യൂ വീട്ടിൽ വന്നെടുത്താൽ, അപ്പോൾ ആ വന്ന് പുള്ളിക്കാരി ഇട്ട ഡ്രസ്സ് മോശമായി പോകുന്നു. അത് ഞാനാണോ കാരണക്കാരൻ? എൻ്റെ വീട് മിലിറ്ററി ക്യാമ്പൊന്നുമല്ല. മിലിറ്ററി ക്യാമ്പാണ്. എൻ്റെ വീട്ടിലോട്ട് ഒരു ഇതിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാവുള്ളൂ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെ വരാവുള്ളതെന്ന് പറയാൻ. എൻ്റെ വീട്ടിലോട്ട് വരുമ്പം ആ കാണിക്കേണ്ട മാന്യത കാണിക്കേണ്ട വരുന്നവരല്ലേ കാണിക്കണ്ടേ, ഇല്ലേ? അതൊന്നും മോശപത്രമൊന്നുമല്ല. അത് ആ കുട്ടിക്ക് അത് ഇപ്പം നിങ്ങൾ ഇട്ടിരിക്കുന്ന ദിവസം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയിട്ടില്ല ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്നത് ഇട്ടുകൊണ്ടേ വരാവുള്ളൂ. അതിനടി വന്ന തെറിയാന്ന് പച്ച തെറി എഴുതിയിട്ടിരിക്കുന്നത്. എന്ത് നേട്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് എന്ത് തരം സുഖമാണ്. ഞാനത് തപ്പിച്ചെന്ന് ഇങ്ങനെ ആരാന്നൊന്നും ചോദിക്കാം, അഡ്രസ്സില്ല, ബാക്കി ഇങ്ങോട്ടില്ല. അങ്ങനെയുള്ളവർ അതോട് വെക്കണ്ടേ. ഞാനാണ് ധൈര്യമായിട്ട് പറയണ്ടേ, ഞാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്താ നമുക്ക് എന്നാന്ന് ചോദിക്കാനുണ്ട്. പിന്നെ അതുകൊണ്ട് സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ
സന്തോഷം. എന്നെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു സുഖം പുള്ളി കിട്ടുന്നുണ്ടെങ്കിൽ അല്ല ആരാണെന്ന് വെച്ചാൽ അവർക്ക് ആയിക്കോട്ടെ. ഇത്തരം ഇത് കിങ് ഓഫ് കൊത്തയുടെ ഭാഗമല്ലാതെ തന്നെയും ഒരുപാട് സിനിമ നാടക രംഗത്തെല്ലാം ഉള്ള ആളുകളെ ഇത്തരം സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വരുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ ഒരുപാട് പേര് കലഹിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആർക്കും അതിനൊരു നീതി കിട്ടിയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിലുള്ള ഒരു പ്രതികരണം എന്ത് പറയാനാണ് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ എന്നാ ചെയ്താൽ രക്ഷപ്പെടുന്നില്ല. അവർക്ക് ഒരു അത് ഞാൻ നോക്കിയിട്ട് എന്തോ അത് വല്ല അസുഖം വല്ലതും ആയിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മോശം ഞാനൊരു വാക്കും ഇന്നൊരു വാക്ക് പറഞ്ഞു എന്നാണെങ്കിൽ നമ്മൾ എല്ലാം നമ്മൾ ഉള്ളിൽ തട്ടിയിട്ട് തന്നെ പറഞ്ഞു. ഉള്ളിൽ വന്ന് ഇവൻ ദാരിദ്ര്യം വിളിച്ച് പറഞ്ഞു. ഞാനേ എൻ്റെ പ്രശ്നങ്ങളാണ് അവർ ദാരിദ്ര്യം. എൻ്റെ ദാരിദ്ര്യം എനിക്ക് അയലോക്കാരൻ്റെ ദാരിദ്ര്യം പറയാൻ നോക്കുക. നിങ്ങൾ വന്നിട്ട് ചോദ്യം ചോദിക്കുമോ? പ്രൊമോട്ടറിൻ്റെ നാടകത്തിലേക്കുള്ള അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള ജീവിതം അവരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പുറത്ത് അയലോക്കാരൻ്റെ കഥ പറഞ്ഞാൽ മതിയോ? എൻ്റെ കഥയല്ലേ പറയാനൊക്കത്തുള്ളൂ, ഞാൻ വന്ന വഴിയല്ലേ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ അതാണ് എന്ത് പിന്നെ എന്ത് പോരുമ്പോഴും വീട്ടിൽ അമ്മയും വൈഫും മോനും പറയും ചാച്ചാ ദൈവം തീർത്തു. ഇപ്പം തന്നെ മനസ്സിലായി നിർത്തുന്നുണ്ടോ സംസാരം? അതാ ഞാൻ ഇതൊന്നും ആരോടുള്ള പരിപാടി. നമ്മൾ ഇങ്ങനെ ജീവിച്ചൊരു ജീവിത സാഹചര്യത്തിൽ കൂടെ വന്ന ആളാണെന്ന്. ഞാൻ നന്നായിട്ട് സ്റ്റേജിൽ കയറുന്നു, നന്നായിട്ട് ശബ്ദത്തിൽ സംസാരിച്ച് വന്ന ആളാണ്. ഇനിയും സംസാരിക്കും. അതാണ് എൻ്റെ നിലപാട്. ശരികളെ ശരികളും തെറ്റുകളെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പണിയില്ലാതായി പോയാലും എന്ത് ചെയ്യും? എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു മേസ്ത്രി പണിയാരനായിരുന്നു.